അശ്വതി നക്ഷത്രക്കാർ പല വിഷയങ്ങളെക്കുറിച്ചും സാമാന്യ ജ്ഞാനമുള്ളവരാണ്. ഇവർക്ക് ഊർജ്ജസ്വലതയോടും ബുദ്ധിപൂർവമായും ഉത്സാഹത്തോടുകൂടിയും പ്രവർത്തിക്കാൻ സാധിക്കും. ഇവരിൽ കലാരസികതയും വിനോദപ്രിയവും ഉണ്ടായിരിക്കും. വിവേകശക്തി, ചുറുചുറുക്ക്, പ്രസരിപ്പ്, ചൈതന്യം, ശാന്തഗാംഭീര്യം എന്നിവ ഇവരുടെ വിശേഷ ഗുണങ്ങളാണ്. ഒരു കാര്യം വേണമെന്നു നിശ്ചയിച്ചാൽ അതിലേക്ക് നിരന്തരം പ്രയത്നിക്കുന്ന സ്വഭാവം ഇവരിൽ കാണും. മറ്റുള്ളവർക്ക് ഇത് നിർബന്ധ ബുദ്ധിയാണെന്ന് തോന്നിപ്പോകും. താൻ ആഗ്രഹിക്കുന്നത് നടന്നില്ലെങ്കിൽ ഇവർക്ക് മുൻകോപം വരിക സ്വാഭാവികമാണ്. ഓരോ വിഷയത്തെപ്പറ്റിയും ഇവർ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കും. കാര്യങ്ങളെപ്പറ്റിയും അവ നേടാനുള്ള പോംവഴികളെപ്പറ്റിയും ചിന്തിച്ചു നിൽക്കാറില്ല. ഇതുകൊണ്ട് മറ്റുള്ളവർ ഇവരെ വീണ്ടുവിചാരമില്ലാത്തവരാണെന്ന് പറയും. ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറകോട്ടു പോകുന്ന സ്വഭാവം ഇവർക്കില്ല. മാത്രമല്ല, ആ ലക്ഷ്യം നേടാൻ കിണഞ്ഞു ശ്രമിക്കുന്ന നിശ്ചയദാർഢ്യവും ഇവർക്കുണ്ട്. ഈ സ്വഭാവം കാരണം അശ്വതിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെയുള്ള ധൃതി സ്വഭാവവും പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന സ്വഭാവത്തെയും ഒന്നു നിയന്ത്രിച്ച് ഓരോ കാര്യവും വിവേകപൂർവം തീരുമാനിക്കുകയും യുക്തിപൂർവം വരും വരായ്കകൾ ചിന്തിക്കുകയും ചെയ്ത് സാവധാനം പ്രവർത്തനത്തിലേർപ്പെട്ടാൽ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. കമ്പനി മാനേജർമാർ, ഭരണാധികൾ, സൈന്യാധിപന്മാർ തുടങ്ങിയവർ ആത്മനിയന്ത്രണവും യുക്തിബോധവും വിവേകശക്തിയുമുള്ള അശ്വതി നക്ഷത്രക്കാരായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിന് ബലമുണ്ടെങ്കിൽ നിങ്ങളിൽ മുകളിൽ പറയുന്ന ഗുണങ്ങൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. അശ്വതി നക്ഷത്രക്കാർ സ്വന്തം അഭിപ്രായമനുസരിച്ചേ പെരുമാറുകയുള്ളൂ. മറ്റുള്ളവർ എതിരഭിപ്രായം പറയുന്നത് ഇഷ്ടപ്പെടുകയില്ല. സൗകര്യപ്പെട്ടാൽ എതിർക്കുകയും ചെയ്യും. എതിർക്കുന്ന സ്വഭാവവും തർക്കിക്കുന്ന സ്വഭാവവും ഇവരുടെ കൂടപ്പിറപ്പാണ്. എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ രൂക്ഷവും പരുഷവുമായ ഭാഷ പ്രയോഗിക്കും. ശനി ജാതകത്തിൽ ദുർബലനായി രണ്ടാം ഭാവവുമായി ബന്ധപ്പെട്ടിരുന്നാൽ അസഭ്യമായ ഭാഷ പോലും പ്രയോഗിച്ചു കളയും. എതിരാളിയുടെ സ്ഥാനമോ നിലയോ ഒന്നും നോക്കാറില്ല. മുന്നേറ്റവും തന്റെ അഭിപ്രായം സ്ഥാപിക്കലുമായിരിക്കും ലക്ഷ്യം. അശ്വതി നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവുകളെപ്പറ്റി വലിയ മതിപ്പാണ്. അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ സന്തോഷവുമാണ്. തന്നോട് സഹായം തേടുന്നവരെ സഹായിക്കാൻ തയ്യാറായി തന്റെ അസൗകര്യങ്ങളെയും മറന്ന് പ്രവർത്തിക്കും. സഹായം തേടി വരുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം സഹായം ലഭിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരു തരം ഭ്രാന്തോ ദൗർബല്യമോ ആണിവർക്ക്. ഈ ദൗർബല്യത്തിനെ മറ്റുള്ളവർ നല്ല പോലെ മുതലെടുക്കും. പ്രാചീന സിദ്ധാന്തങ്ങളോട് ഇവർക്ക് വലിയ മതിപ്പാണ്. അവയ്ക്ക് നവീന വ്യാഖ്യാനങ്ങൾ നൽകി സ്വീകരിക്കാൻ ശ്രമിക്കും. ഒരിക്കലും മതഭ്രാന്തന്മാരോ അന്ധവിശ്വാസികളോ ആകാറില്ല. ഇവർ വലിയ അഭിമാനികളാണ്. അഭിമാനത്തിന് ക്ഷതമോ കോട്ടമോ വരുന്ന പ്രവൃത്തികളിൽ ഇടപെടാറില്ല. തന്നെ അഭിമാനത്തിന് ഭംഗം വരുത്തുന്നവരോട് തക്ക സമയത്ത് പകരം ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാരെ എതിരാളികളാക്കരുത്. അവരുടെ പ്രതികാരവാഞ്ച എളുപ്പം കെട്ടടങ്ങുന്നതല്ല. പെട്ടെന്ന് തീരുമാനമെടുക്കാനും പ്രവർത്തിച്ചു ലക്ഷ്യത്തിലെത്താനുള്ള വെമ്പൽ കാരണം ഇവർ സ്വേച്ഛാധികളെപ്പോലെ പെരുമാറും. കീഴ് ജീവനക്കാരും സഹപ്രവർത്തകരും തന്റെ കൂടെ എത്തുന്നില്ല എന്ന് കാണുമ്പോൾ ക്ഷോഭിക്കും. ഇത് സഹപ്രവർത്തകരുടെ അപ്രീതിക്കും മുഷിച്ചിലിനും നിസ്സഹകരണത്തിനും കാരണമാകുമെന്നതിനാൽ ഈ സ്വഭാവത്തെ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ മനസ്സമാധാനം നശിക്കും. ലോകരോട് തന്നെ നീരസവും പുച്ഛവും തോന്നാനിടവരും. അമിതമായ ആത്മവിശ്വാസം കാരണം അപകടങ്ങളിൽ ചാടാനിടയാകുകയും ചെയ്യും. മനോവിഷമങ്ങൾ സാധാരണയായി ഉണ്ടാകുമെങ്കിലും അതിനെ പുറത്തു കാണിക്കാറില്ല. സ്വന്തം ക്ലേശങ്ങളുടെ പരിഹാരത്തിനായി മറ്റുള്ളവരെ സമീപിക്കുന്നതിന് ഇവരുടെ ആത്മാഭിമാനം സമ്മതിക്കുകയില്ല. കുടുംബ ഭരണത്തിൽ വരുന്ന ക്ലേശങ്ങൾ ഇവർ ഭാര്യയെപ്പോലും അറിയിക്കുകയില്ല. കുടുംബത്തിനോടും കുട്ടികളോടും ഇവർക്ക് വലിയ സ്നേഹമാണ്. എന്തു ത്യാഗം സഹിച്ചും കുടുംബസുഖം നിലനിർത്തും. പക്ഷേ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് ആനുകൂല്യം കുറവായിരിക്കും. ഇവർ അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, മുറി, കിടക്ക, ഡ്രസ് തുടങ്ങിയവ വൃത്തിയാക്കി സൂക്ഷിക്കും. ബാത്റൂം വൃത്തിയാക്കാനും മുറികളിൽ പൊടിയടിക്കാനും കുളിക്കാനും മറ്റും ഇവർ മണിക്കൂറുകൾ ചെലവാക്കും.